മറ്റൊരു പുസ്തകമാണ് മുജാഹിദുകളും നവയാഥാസ്ഥിതികരും വ്യത്യാസങ്ങൾ വ്യതിയാനം. അബ്ദുസ്സലാം സ്വലമി എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 27-ാമത്തെ പേജ് മുതൽക്കുള്ള ചില കളവുകൾ ഞാനൊന്ന് വായിച്ചു. അതൊക്കെ ഇവിടെ അലിമദിന് തെളിയിക്കേണ്ടതാണ്. ശരിക്കും ശ്രദ്ധിച്ചോളിൻ. പശുവിനോട് കൂടുതൽ ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ പശുക്കളെ ലഭിക്കാൻ വേണ്ടി മലക്കുകളെ നിങ്ങൾ എനിക്ക് പശുക്കളെ ദാനമായി നൽകണേ എന്ന് വിളിച്ചു മലക്കുകളുടെ സഹായം തേടിയാൽ ഈ സഹായത്തിന്റെ പ്രാർത്ഥന ശിർക്കോ അല്ല. ഇതൊക്കെ ഞങ്ങൾ എഴുതിയ ഒരു നുണ. അടുത്ത നുണ കേട്ടോളി. ഒരാൾക്ക് ആടുകളോട് ഇഷ്ടമുണ്ട്, അപ്പോൾ തനിക്ക് ആടുകൾ ലഭിക്കാൻ വേണ്ടി മലക്കുകൾ വിളിച്ച് സഹായം തേടിയാൽ ആ സഹായത്തട്ടം പ്രാർത്ഥനയോ ശിർക്കോ അല്ല. അടുത്ത നുണ തെളിയിക്കണം. അലിമദിനൊക്കെ മൂട്ട് ചെയ്തിച്ചോളി. നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ. കേൾക്കണമെങ്കിൽ ഇതൊക്കെ കേട്ട് ഇവിടെ മറുപടി പറയണം. പരപ്പനങ്ങാടിയിൽ ആരാണ് ഇവിടെ കളവ് പറഞ്ഞ് ശരിക്കും ശ്രദ്ധിച്ചോളി. സന്താനം ലഭിക്കാത്ത ദമ്പതികൾ ഗർഭം ധരിക്കാനുള്ള തടസ്സങ്ങൾ നീങ്ങി സന്താനം ലഭിക്കുവാൻ പിശാചിനെ വിളിച്ച് സഹായം തേടിയാൽ ആ സഹായത്തട്ടം പ്രാർത്ഥനയോ ശിർക്കോ അല്ല. നമ്മൾ പറഞ്ഞു എന്നാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇനി കേട്ടോളി. അടുത്തത് പിശാചിന്റെ ഇതാ കേട്ടോളി. ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ വായിച്ച് ഇതാ ഭൗതിക ചികിത്സ പരാജയപ്പെടുന്ന സന്ദർഭത്തിൽ മന്ത്രവാദം നടത്താം. അബൂബക്കർ സലഫി അബൂബക്കർ സലഫി മന്ത്രവാദം നടത്താന്ന് എഴുതിയിട്ടുണ്ട്. തെളിവോടെ വായിക്കണമെങ്കിൽ അടുത്ത പ്രാവശ്യം. വെറുതെ ഞങ്ങൾ ബാക്കിൽ ഓടി വന്നിട്ട് കാര്യമില്ല. ഇതിനൊക്കെ തെളിവായി. ഈ പറയുന്ന കളവുകൾക്ക് മുഴുവനും അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞ കളവുകൾക്ക് മുഴുവനും നിങ്ങളിവിടെ തെളിവ് ഇവിടെ ഹാജരാക്കണം. അപ്പൊ ആളുകൾ മനസ്സിലാക്കിക്കോളും ആരാണ് കളവ് പറഞ്ഞത്.